ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ UDF-നാണ് മേൽക്കൈ എന്ന് പൊതുവെ പറയുമ്പോഴും പാലാ നിയോജക മണ്ഡലത്തിൽ വ്യത്യസ്തമാണ് സ്ഥിതി. പാലാ നിയോജക മണ്ഡലത്തിൽ 2000-ൽ പരം വോട്ടുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാർഡ് അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മുമ്പിലെത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നേറ്റം ലഭിച്ചു എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് പാലാ. എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ ഏറ്റവും ചിട്ടയോടുകൂടിയുള്ള സംഘടനാ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇലക്ഷൻ കമ്മിറ്റികൾ ആകെ രൂപീകരിക്കുന്നതിനുള്ള ബൂത്ത് തലം വരെയുള്ള ഇലക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ആകെയുള്ള ജനപ്രതിനിധികളുടെ ഒപ്പം തന്നെ വിവിധ തലത്തിലുള്ള വനിതാ നേതാക്കന്മാരുടെ യോഗം ചേർന്ന് അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്തു. ഒപ്പം ഈ നിയോജക മണ്ഡലത്തിലെ 217 ബൂത്തുകളിലെയും ബൂത്ത് തലത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അവരുടെ ആകെ ശില്പശാല CPI-യുടെയും CPM-ന്റെയും ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ പങ്കെടുത്തു ചേർന്ന് താഴെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെ ചിട്ടപ്പെടുത്തണം. കാരണം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ ഈസ്റ്റർ പോലെയുള്ള ആഘോഷങ്ങൾ കടന്നു വരുന്ന ഒരു ഘട്ടമാണ് എന്ന് തന്നെ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ആകെ ചിട്ടപ്പെടുത്തുക എന്ന രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. 3 ഘട്ടങ്ങളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മുഴുവൻ വീടുകളും സന്ദർശിക്കും. ഇതിനൊപ്പം തന്നെ ചെറുപ്പക്കാരുടെയും വനിതകളുടെയും പ്രത്യേകമായ ചില പ്രവർത്തനങ്ങളും ഈ നിയോജകമണ്ഡലത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി പര്യടനം സാധാരണ മുൻകാല സ്ഥാനാർത്ഥി പര്യടനങ്ങളെല്ലാം വ്യത്യസ്തമായി നല്ല തരത്തിൽ ഒരു കൃത്യതയായി ഓരോ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി ഓരോ കേന്ദ്രത്തിലെത്തുമ്പോഴും അത് ഒരു ചെറു യോഗങ്ങളായി മാറാൻ കഴിയും വിധമുള്ള ഒരു ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരിക്കും സംഘടിപ്പിക്കുക. നമ്മുടെ സംഘടനാപരമായ ഒരു തയ്യാറെടുപ്പിന്റെ തുടക്കത്തിന്റെ ഘട്ടമായിരുന്നു അത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പാലാ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്നതിനുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കുന്നതിന് ആവശ്യമാവുന്ന നല്ല ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ ഘട്ടത്തിൽ നടന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് മുന്നണിയുടെ ഭാഗമായത് എന്നതിന്റെ ഭാഗമായ ചില അസ്വാരസ്യങ്ങളും കൂടിച്ചേരുന്നുള്ള ചില ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അവസാനിപ്പിച്ചുകൊണ്ട് നല്ല യോജിപ്പോടുകൂടി കരുത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയോടുകൂടി നടക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കും എന്നതിനുള്ള ആത്മവിശ്വാസം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരള കോൺഗ്രസ് കൂടി ഈ മുന്നണിയുടെ ഭാഗമായതോടുകൂടി നല്ല പൊളിറ്റിക്കൽ മേൽക്കൈ, രാഷ്ട്രീയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല മേൽക്കൈയുള്ള നിയമസഭാ മണ്ഡലമായി പാലാ മാറി. ആ വോട്ട് ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നമ്മുടെ സ്ഥാനാർത്ഥി ജോസ് കെ മാണിക്ക് അനുകൂലമായി ലഭിക്കുന്നതിനുള്ള മുഴുവൻ സംഘടനാ തയ്യാറെടുപ്പും പാലായിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലായിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി എന്നത് തനിക്ക് ചെയ്യാൻ കഴിയാത്ത അതിന്റെ ബുദ്ധിമുട്ടിന്റെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി MLA നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിസ്സഹകരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയതുകൊണ്ട് MLA കൊണ്ടുവന്നിട്ടുള്ള ഏത് പദ്ധതിയാണ് ഈ മണ്ഡലത്തിൽ തടസ്സപ്പെട്ടു പോയിട്ടുള്ളത് ഇല്ലെങ്കിൽ നടത്താൻ കഴിയാത്തത് എന്ന് MLA പറയട്ടെ. യഥാർത്ഥത്തിൽ ഈ പാലാ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റു ജനപ്രതിനിധികളും കൊണ്ടുവന്ന പദ്ധതി മാത്രമല്ലേ ഇന്ന് അവശേഷിക്കുന്നതായുള്ളൂ. ഇപ്പൊ ഒരു MLA-യുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് ഗവൺമെന്റ് ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുക. ഇപ്പൊ നമുക്കറിയാം നെല്ലിയാനി സിവിൽ സ്റ്റേഷൻ നമ്മുടെ തൊട്ടടുത്തല്ലേ. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനോ തുറന്നു കൊടുക്കാനോ കഴിയുന്നില്ല. അത് നമ്മുടെ പാലായുടെ നഗരഹൃദയത്തിലല്ലേ. ഒപ്പം തന്നെ പാലായിലെ റിവർ വ്യൂ റോഡ് ഗവൺമെന്റ് പണം അനുവദിക്കാഞ്ഞിട്ടാണ്. ഗവൺമെന്റ് പണം അനുവദിച്ചു, പക്ഷെ അതിന്റെ തടസ്സങ്ങൾ നീക്കി അതിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിന് MLA-ക്ക് കഴിയുന്നില്ല എന്ന സാഹചര്യം വരികയാണ്. അതിന്റെ ഭാഗമായുള്ള വെറുതെയുള്ള പ്രചരണങ്ങളാണ് LDF തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ LDF-ന്റെ നേതാക്കന്മാർ തടസ്സപ്പെടുത്തി എന്നത്. ഏതെങ്കിലും ഒരു പദ്ധതി MLA പറയട്ടെ, ഇന്ന പദ്ധതി ഇന്ന MP കൊടുത്ത അല്ലെങ്കിൽ ഇന്ന LDF നേതാവ് കൊടുത്ത കത്തിന്റെ ഭാഗമായി ഇടപെടലിന്റെ ഭാഗമായി മുടങ്ങിപ്പോയി എന്ന് MLA പറയാൻ തയ്യാറാവട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതി നീലൂരിൽ അതിന്റെ വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയാവുക കേരളത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയാണ്. ഏത് സഹായമാണ് ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് സ്ഥലം MLA എന്ന നിലയിൽ മാനസികാപ്പൻ നൽകിയിട്ടുള്ളത് എന്ന് മാനസികാപ്പൻ പറയട്ടെ. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ ജനപ്രതിനിധികളും MLA അനുവദിക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കാൻ തന്റെ വാർഡിൽ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ജനപ്രതിനിധികളും എല്ലാ ഘട്ടത്തിലും തയ്യാറായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഭാവനാപൂർണമായ പദ്ധതി കൊണ്ടുവരാൻ MLA-യുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വാഭാവികമായി അവരുടെ വികസനത്തെ സംബന്ധിക്കുന്ന ഒരു നല്ല വീക്ഷണമുള്ള സംവിധാനങ്ങളായി മാറേണ്ട കാലമാണ് കേരളത്തിലാകെ ഉള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്തു. അത് കോർപ്പറേഷൻ മുതൽ ഗ്രാമപഞ്ചായത്ത് വരെ ഏതെടുത്ത് പരിശോധിച്ചു വ്യത്യസ്തങ്ങളായ പദ്ധതികളും വ്യത്യസ്തങ്ങളായ ആശയങ്ങളും നടപ്പിലാക്കിയ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സമാഹരണത്തിന് ഒട്ടനവധി സാധ്യതകളുണ്ട്. അങ്ങനെ പുതിയ സാധ്യതകളോ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിന് ഭാവനാപൂർണമായ
ഒരു ഇച്ഛാശക്തിയോടുള്ള ഇടപെടലോ ഇല്ല എന്നുള്ളതാണ് പാലാ നഗരസഭയിലെ UDF-നെ സംബന്ധിച്ച്. തുടക്കമേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പോലും അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പാകപ്പിഴ. ചില ഗിമിക്കുകൾ കാണിക്കുക, ഒരു ട്രാഫിക് ലൈറ്റ് നന്നാക്കി, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു 1-2 ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വിഷയം കാണിച്ച് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുമ്പിൽ ഒരു കയ്യടി നേടുക എന്നതിനപ്പുറത്ത് ഭാവനാപൂർണമായ ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള ഏത് തരത്തിലുള്ള വീക്ഷണമാണ് ഇവർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്? അങ്ങനെ ഏതെങ്കിലും ഒരു വീക്ഷണം മുമ്പോട്ട് കൊണ്ടുവന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, അവരെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി മുമ്പിലുണ്ടാവും എന്ന കാര്യം ഞാൻ ഉറപ്പു പറയുകയാണ്. അത്തരത്തിലുള്ള ഭാവനാപൂർണമായ പദ്ധതികളില്ലാത്തതാണ് പാലാ നഗരസഭയിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി.